ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം എൻഡോർക്ക് എടുത്തിട്ട് കുറച്ച് ദൂരം ഓടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് ഒന്നും ആയിട്ടില്ല, നമ്മളങ്ങനെ യൂസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഇത് ഇതുവരെ അങ്ങനെ അധികം ഓടിച്ചിട്ടില്ല, നമ്മൾ ആ സിറ്റി ട്രാഫിക്കിൽ മാത്രമാണ് ഓടിച്ചത്. മെയിൻലി സിറ്റി യൂസിന് വേണ്ടിയൊക്കെയാണ്, ഡെയിലി യൂസിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. അവിടെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അധികം ഓടിയിട്ടുമില്ല. അപ്പോൾ നമ്മളേതായാലും വൈകിട്ട് ചുമ്മാ സൈഡിലുള്ള ഹൈവേ കൂടെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് കരുതി. സോ ആ കാണുന്നതാണ് വിധാൻ സൗദ, ബെൽഗാമിലുള്ള. നമ്മൾ ഇതുവരെ രാത്രിയിലേ കണ്ടിട്ടുള്ളത്, പകൽ വെളിച്ചത്തിൽ ഞാനങ്ങനെ ഇപ്പോഴാണ് കാണുന്നത് വ്യക്തമായിട്ട്. കണ്ടില്ലേ, അതാണ് ആ ബിൽഡിങ്. എന്ത് രസമെന്ന് നോക്കിയേ, അടിപൊളി ഒരു ആർക്കിടെക്ചറാണത്. അതുപോലെ ഉണ്ട് അവിടെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് അതല്ലേ. അതെ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സയൻസ് പാർക്കൊക്കെ ഉണ്ട്, കണ്ടോ, വിധാൻ സൗദയുടെ ഫ്രണ്ടിൽ. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കുറേ അല്ലേ. ആ, അപ്പം ഇതിനകത്തെ ഫീച്ചേഴ്സ് നമ്മളിപ്പോഴും കൂടുതൽ ടോകളൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ സ്ട്രീറ്റ് മോഡിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇതിനകത്തെ ഡിസ്പ്ലേ ഇങ്ങനെയാണ്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുറച്ച് മിനിമം ഡീറ്റെയിൽസാണ്. RPM മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി നിർത്തി, അതായത് ട്രാഫിക്കിലൊക്കെ കുറച്ച് നേരം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 8 സെക്കൻഡ് കഴിയുമ്പം ഇത് ഓഫാവും തന്നെ. അത് നോക്കട്ടെ, കണ്ടോ, ഫ്യൂവൽ സേവർ മോഡെന്ന് എഴുതി കാണിക്കും. കണ്ടോ, ഇനി ബ്രേക്ക് പിടിച്ചുകൊണ്ട് ജെൻറൽ ത്രോട്ടിൽ കൊടുത്താൽ വണ്ടി ഓണാവും. അവിടെ ആ സണ്ണിൻ്റെ ഇതുണ്ടോ, നല്ല രസമുണ്ട് ആ സൂര്യപ്രകാശം. അതേപോലെ കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ വണ്ടി നിന്ന് കഴിയുമ്പോൾ കണ്ടോ, ആവറേജ് സ്പീഡ്, ടോപ്പ് സ്പീഡ്, റൈഡിങ്, എത്ര മിനിറ്റ് കൊണ്ട് റൈഡ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിലൊക്കെ ജസ്റ്റ് ഡിസ്പ്ലേ കാണിക്കും. ഇത് ബേസ് വേരിയൻ്റ് ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്കറിയാമല്ലോ. ടോപ്പ് വേരിയൻ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ RTR 310-ലും RTX 310-ലുള്ള വരുന്ന പോലത്തെ ഡിസ്പ്ലേ ആണ്. അതിൽ ഇച്ചിരൂടെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇതിലത്രയും വലിയ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല, ബേസിക് ഇൻഫർമേഷൻസ് ആണ് കൂടുതലും. പക്ഷേ ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇച്ചിരി ടൂറിങ് പർപ്പസ് ഒക്കെ ഉള്ളവർക്കാണ് മറ്റേ മീറ്ററിൻ്റെ ആവശ്യമുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ബേസിക്കലി ഇത് സിറ്റി യൂസിനും ഓഫീസ് ട്രാവലിനൊക്കെ വേണ്ടി മേടിച്ചുകൊണ്ടാണ് നമ്മൾ ബേസ് വേരിയൻ്റ് എടുത്തത്. എൻജിൻ ബാക്കി സ്പെക്കും എല്ലാം സെയിമാണ്. ആകെ ഇലക്ട്രോണിക്സിലുള്ള കുറേ കാര്യങ്ങളും മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ 10,000 റുപ്പീസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇതെടുത്തത്. ഇനിയിപ്പോൾ വേണ്ട, നമ്മൾ മോഡ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, റേസ് മോഡ്. അപ്പോൾ ഇതിനകത്തൊരു പവർ പമ്പ് ഉണ്ട്. അതായത് ഒരു ഇലക്ട്രിക് അസിസ്റ്റ് കിട്ടും. നമ്മൾ പെട്ടെന്ന് ക്വിക്ക് ത്രോട്ടിൽ കൊടുക്കുമ്പം ഒരു ഇലക്ട്രിക് അസിസ്റ്റ് ഉണ്ട്, കണ്ടില്ലേ. അതൊരു തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഓൾമോസ്റ്റ് 3 മിനിറ്റ് എങ്ങാണ്ട് എടുക്കും. ഇവിടെ പവർ കാണിക്കും, അത് ഈ റേസ് മോഡിലാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ ആ പവറിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ വീണ്ടും നമുക്കിങ്ങനെ ഒരു അസിസ്റ്റ് കിട്ടും. അത് എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത് നമ്മുടെ റേസ് മോഡിലാണ്. അതായത് ക്വിക്ക് ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു അസിസ്റ്റാണെന്നാണ് കമ്പനി പറയുന്നത്. സ്കൂട്ടറിനൊക്കെ ആകുമ്പം ആ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ക്വിക്കിൽ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇലക്ട്രിക് അസിസ്റ്റ് കൊടുക്കുന്നത്. മോട്ടറിൻ്റെ കൂടെ ഇലക്ട്രിക് ഒരു പവർ കൂടെ കൊടുത്ത് കുറച്ചുകൂടെ ടോർക്ക് ഇമ്പ്രൂവ് ചെയ്യും. അതാണ് സംഭവം. കണ്ടോ, ഇത് റേസ് മോഡിൽ ഇവിടെ ലാപ്പ് ടൈമറും അതുപോലെ 0 to 60 ടൈമിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ, നമ്മൾ നോർമൽ സ്കൂട്ടർ പോലെ ഇപ്പം അതിൻ്റെയൊക്കെ ഇച്ചിരൂടെ പൊങ്ങിയാണ് ഹാൻഡിൽ ബാർ. ഇച്ചിരൂടെ റിലാക്സ്ഡ് ആണ്, ഇച്ചിരൂടെ താന്നാണ്, വൈഡാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്കൊരു കൺട്രോൾ കിട്ടുന്ന പോലെ ഫീലുണ്ട്.
ബാക്കിയൊക്കെ ഒരു സ്കൂട്ടറിനേക്കാളും കുറച്ചുകൂടി ഒരു പൊടി മുകളിലാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ എയറോക്സും അതുപോലെ അപ്രീലിയ SR160 ഒന്നും കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്പോർട്ടി അല്ല. എന്നാൽ ഒരു നോർമൽ സ്കൂട്ടറിനേക്കാളും സ്പോർട്ടിയുമാണ്, അതുപോലെ തന്നെ കംഫർട്ടബിളാണ്. നമ്മൾ ഡിയോ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് മാറുമ്പം നമുക്ക് കമ്പാരിറ്റീവ്ലി തോന്നിയെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഈ സസ്പെൻഷൻ അടിപൊളിയാണ്. ഈ പവറും പെർഫോമൻസും മാത്രമല്ല, സ്കൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ഇച്ചിരി ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് അങ്ങോട്ട് സ്റ്റിഫൊന്നും ആയിട്ട് ഫീൽ ചെയ്തില്ല നമുക്ക്. ഡിയോയിൽ നിന്ന് വന്നപ്പം എനിക്ക് തോന്നുന്നു ഇനി ആ ഡിയോയുടെ പ്രശ്നമാണോ എന്നറിയില്ല. നമ്മൾ ഇതിൽ സോഫ്റ്റ്വെയർ സസ്പെൻഷനുകളുള്ള വണ്ടികളുണ്ട് ഈ, പക്ഷേ നമ്മൾ ഡിയോയുടെ കാര്യം വെച്ചാണ് ഞാൻ എനിക്ക് ജസ്റ്റ് കമ്പയർ ചെയ്തത്. കാരണം നമ്മൾ യൂസ് ചെയ്ത് വെച്ചും ഒക്കെ വെച്ച് നോക്കിയാൽ ഇപ്പം ഇതിൻ്റെ സസ്പെൻഷൻ നല്ലതാണ്. അതായത് കോൺഫിഡൻസും തരും, എന്നാൽ ഒത്തിരി അങ്ങോട്ട് സോഫ്റ്റും അല്ല, കുറച്ച് സോഫ്റ്റ്നെസ്, കംഫർട്ടിനുള്ള സോഫ്റ്റ്നെസ് ഉണ്ട് താനും. പിന്നുള്ളത് നമ്മുടെ പില്ലൻ കംഫർട്ടിൻ്റെ കാര്യമാണ്. ഇതുവരെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും തോന്നിയിട്ടില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വലിയ കംഫർട്ട്, നമ്മളിപ്പോൾ ആക്ടിവയുടെ ഒന്നും അത്ര സുഖമൊന്നും തോന്നത്തില്ല, എന്നാൽ ബെറ്ററാണ്. ഇപ്പം ഞാൻ 3 ടണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമുക്കൊക്കെ ഇത് സ്വർഗമാണ്. അല്ലേടാ 3 ടണൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ സ്വർഗമാണ്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ സിമെൻറ്റ് റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ബമ്പിനെസ് ഉണ്ട്. അത് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും ഇതുപോലെ തോന്നത്തില്ല. 3 ടണിലൊക്കെ നമ്മൾ നല്ലോണം അറിയും അതൊക്കെ. അത് സ്കൂട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് വലിയ കുഴപ്പമില്ലാത്ത സസ്പെൻഷനാണ്. കംഫർട്ട് പില്ലൻ കംഫർട്ട് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കംഫർട്ട് സൈഡ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ നമുക്കങ്ങനെ ബുദ്ധിമുട്ട് തരുന്നതല്ല. ഈ സ്കൂട്ടറിൽ നമ്മൾ ജസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് ആ ലെഗ് പൊസിഷനൊക്കെ കറക്റ്റ്. എൻ്റെ ഹൈറ്റിന് ഇപ്പോൾ കറക്റ്റാണ്. എൻ്റെ ഹൈറ്റിന് ഞാൻ നോക്കിയത് വെച്ചിട്ട് ഓടിച്ച് വെച്ചിട്ട് എനിക്ക് എയറോക്സും അപ്രീലിയ SR150 ഒക്കെ അടിപൊളിയായിരുന്നു. 160 ഒക്കെ നൈസ് കംഫർട്ടായിരുന്നു. അതേപോലെ ഡിയോയും കുഴപ്പമില്ല, അത് സീറ്റിംഗ് പൊസിഷൻ നൈസായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ എയർഗണോമിക്സ് നൈസാണ്. പ്രത്യേകിച്ച് ഈ ഹാൻഡിൽ ബാറിൻ്റെ ഈ ഇതൊക്കെ എനിക്കങ്ങനെ ഒരുപാട് ഇപ്പം പൊങ്ങിയ ഹാൻഡിൽ ബാറുള്ള വണ്ടികൾ എനിക്ക് ഒരു കുറച്ച് പേടിയും ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കാൻ, ഇപ്പോൾ ആക്റ്റീവയൊക്കെ ആയാലും. പക്ഷേ ഇതെനിക്ക് ഇച്ചിരി ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ആയാലും നമ്മളിരിക്കുന്ന പൊസിഷനിൽ നിന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ടെസ്റ്റ് റൈഡ് അടിച്ച വണ്ടി അടിപൊളി ബ്രേക്കിംഗ് ആയിരുന്നു. ഇത് നൈസാണ്. ഫ്രണ്ട് ബ്രേക്ക് സാധാരണ എനിക്ക് സ്കൂട്ടറിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പേടിയാണ്, പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബൈറ്റ് ഉണ്ട്, പക്ഷേ ഇതിലും ബൈറ്റ് ഉണ്ടായിരുന്നു അന്ന് ടെസ്റ്റ് റൈഡ് അടിച്ച വണ്ടിക്ക്. എനിക്ക് തോന്നുന്നു ഇത് പുതിയ ബ്രേക്ക് പാഡല്ലേ, നമ്മൾ ആകെ 50 കിലോമീറ്റർ കണ്ടേ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് ബൈറ്റ് ഫീൽ ചെയ്യാത്തത്. എന്നാൽ കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ അമർത്തി കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും. ബാക്കി എല്ലാ സ്കൂട്ടറിനും ഞാൻ ബാക്ക് ബ്രേക്കാണ് പിടിക്കാറ്. ഇത് പക്ഷേ നമുക്ക് നല്ല കോൺഫിഡൻസ് വരുന്ന ഫ്രണ്ട് ബ്രേക്കാണ് ആക്ച്വലി. പക്ഷെ പലരും പറയുന്ന പോലെ 14 ഇഞ്ച് വീലായിരുന്നെങ്കിൽ ഇച്ചിരി കോൺഫിഡൻസ് കിട്ടിയേനെ. ബ്രേക്കിംഗ് ആയാലും കോർണറിങ് ആയാലും അത് ഓരോ സ്കൂട്ടറിന് ഓരോ പർപ്പസ് ഉണ്ടല്ലോ. അതേപോലെ സെഗ്മെൻ്റ് അനുസരിച്ച് ഇതിന് ഏകദേശം 115 കിലോ 115 kg എന്തേ ഉള്ളൂ വെയിറ്റ്. അത് ഇപ്പം എയറോക്സിനെയൊക്കെ വെച്ച് നോക്കുമ്പം കുറവാണ്. അതിൻ്റേതായിട്ടൊരു ഫ്രണ്ട്ലിനെസ്സും ഇതിനുണ്ട്, ലൈറ്റ് വെയിറ്റ്. അതുകൊണ്ടുള്ളൊരു ക്വിക്ക് ആക്സലറേഷനും ബ്രേക്കിംഗ് ഒക്കെ ഇതിന് നമുക്ക് ഫീൽ ചെയ്യും. ബ്രേക്കിങ് ഞാൻ ഓടിച്ച് വെച്ചിട്ട് അപ്രീലിയേക്കാളും ഒക്കെ നല്ല ബ്രേക്കിംഗ് ബൈറ്റാണ്. ഈവൻ എയറോക്സിനേക്കാളും നല്ല ബ്രേക്കിംഗ് ബൈറ്റാണ്. എയറോക്സിന് വലിയ ടയറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ബൈറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇച്ചിരി ബൈറ്റ് ബ്രേക്കിംഗ് ഇച്ചിരി നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് TVSയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റും വണ്ടിയുടെ ഫുൾ കവർ വണ്ടിയുടെ ബോഡി കവറും കിട്ടി ഡെലിവറി ടൈമിൽ ഫ്രീ ആയിട്ട്. അത് രണ്ടുമാണ് നമുക്ക് കിട്ടിയത്. അല്ലാതെ പിന്നെ ആക്സസറീസ് എന്ന് പറയാൻ നമ്മുടെ ക്രാഷ് കാർഡ് ഇല്ല ഈ വണ്ടിക്ക് ഇതുവരെ. അതായത് കമ്പനി ഫിറ്റഡ് ക്രാഷ് കാർഡ് ഇല്ല ഇതുവരെ, അവർ ഇറക്കിയിട്ടില്ല. അതപ്പോൾ നമ്മളൊന്ന് നോക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കണം. എനിക്ക് തോന്നുന്നു കുറേ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് മോട്ടൻ എമണ്ടൻ ക്രാഷ് കാർഡൊക്കെ വെച്ചിട്ട്. കമ്പനി ഫിറ്റഡ് അല്ല, കമ്പനിയിൽ നിന്ന് ഇതുവരെ ക്രാഷ് കാർഡ് ഇറക്കിയിട്ടില്ല അവർ. പിന്നെ ഹോണെന്ന് പറയാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹോണാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നറിയില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കറക്റ്റ് സ്കൂട്ടറിനൊക്കെ ഉള്ള ഒരു മോഡൽ ഹോണാണ്. അപ്പം
അപ്പോൾ വണ്ടിയുടെ സ്വിച്ചസ് ഒന്ന് പരിചയപ്പെടുത്തി. ഇത് എൻജിൻ കിൽ സ്വിച്ച്, പിന്നെ സ്റ്റാർട്ട് ബട്ടണ്, പിന്നെ ഇത് ഹസാർഡിൻ്റെ സ്വിച്ച് ഉണ്ട്. അതേപോലെ ഇവിടെ ഹോണ്, ഇൻഡിക്കേറ്റർ, ഇൻഫോർമേഷൻ, പിന്നെ ഹൈ ബീം, ലോ ബീം, പാസ്റ്റ് ലൈറ്റ്. അതാണ് വണ്ടിയുടെ ഉള്ള സ്വിച്ചസിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി അത്യാവശ്യം സ്റ്റീപ്പാണ്. പക്ഷേ ഇതിൽ വെക്കാനൊരു ചെറിയ ഫോണൊക്കെ വേണം വെക്കാം കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ, വലിയ കുഴപ്പമില്ല. എന്നാൽ ഒരുപാട് നീളമുള്ള ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം തെറിച്ച് പോകും. പിന്നെ ഫ്യൂൽ ക്യാപ്പ് ഇവിടെയാണ് വരുന്നത്. ഫ്യൂൽ ഫില്ലിംഗ് ഇവിടെയാണ്. 5.8 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അതുപോലെ അണ്ടർ സീറ്റ് സ്റ്റോറേജ്. ഇത് വണ്ടിയുടെ കിട്ടിയ ഹെൽമെറ്റും പിന്നെ ബാക്ക് കവറുമാണ്. നമ്മളിതുവരെ വെക്കാൻ യൂസ് ചെയ്തിട്ടില്ല അത് രണ്ടും. പിന്നെ ഇതാണ് നമ്മുടെ USB ചാർജിങ് പോർട്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഉണ്ടോ കറക്റ്റ് ഒരു ഹാഫ് ഫേസ്. ഇത് കറക്റ്റ് പ്രോപ്പർ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റാണ്. ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് കൊള്ളത്തില്ല. അപ്പം പിന്നെ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇതിൻ്റെ അലോയ് നല്ല നൈസ് അലോയാണ്, കണ്ടില്ലേ. ഇത് 12 ഇഞ്ച് അലോയാണ് ഫ്രണ്ട് ബാക്കും കാണാം. അതേപോലെ ആ കളർ, ഈ ബോഡി കളർ കൂടെ ആയതുകൊണ്ട് അത് നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിൽ അതിൻ്റെ ഒരു ഡിസ്ക്, പിന്നെ പെറ്റൽ ഡിസ്ക് ആയതുകൊണ്ട്, ഇപ്പം 638 പെറ്റൽ ഡിസ്ക്കാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ്, കണ്ടില്ലേ. നല്ല ബ്രേക്കിങ്ങുമാണ് അതുകൊണ്ട് തന്നെ. പിന്നെ സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാഡിങ് ഉള്ള സീറ്റാണ്, തീരെ മോശമൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ചെറിയ ഇത് കൊടുത്തിരിക്കുന്നുണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഗ്രിപ്പൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം ഭയങ്കര നമ്മുടെ കാഷ്വൽ പാൻസൊക്കെ ഇടുമ്പോഴായാലും ഫോർമൽ പാൻസിലൊക്കെ ഇപ്പോൾ ചില ഫോർമൽ നമ്മുടെ നല്ല സ്മൂത്തായിട്ടുള്ള ക്ലോത്തൊക്കെ ഇടുമ്പോൾ തെന്നിപ്പോകുന്ന വിഷയമൊന്നുമില്ല. പിന്നെ ഈ എൻടോർക്കിൻ്റെ ലോഗോയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇച്ചിരി ഹൈലൈറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്, കണ്ടില്ലേ. ഇത് 3D ആണ്, പക്ഷേ ഒരു കളറിൻ്റെ ഇതുകൂടെ കൊടുക്കുന്നുണ്ട്, ഹൈലൈറ്റും കൂടെ കൊടുക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഗ്രാബ് റെയിൽ ഇപ്പോൾ എയറോക്സിന് അത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ബോഡിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഇത് എക്സ്ട്രാ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ഗ്രാബ് റെയിലാണ്. പിന്നെ ഇവിടെ സാധനമൊക്കെ തൂക്കിയിടാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ ക്ലോസ് ചെയ്യാം, അല്ലാതെയും വെക്കാം. പിന്നെ ടയേഴ്സ് വരുന്നത് TVSൻ്റെ റെമോറ ടയേഴ്സാണ്. എല്ലാവരും നല്ല റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിൽ അധികം പുഷൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കറിയില്ല. റെമോറ ടയേഴ്സ് ഒട്ടുമിക്ക ആൾക്കാർ നല്ല റിവ്യൂ പറയുന്ന ടയേഴ്സാണ്. നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നീട്. അപ്പം ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ഓടിയതിൻ്റെയും സിറ്റി യൂസിൻ്റെയൊക്കെ വണ്ടി ഉണ്ടല്ലോ, ഐഗോ അസിസ്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക്കിൻ്റെ ഒരു പുഷ് വരുന്നത്. അപ്പം നമ്മൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പറയാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.